നമസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അഭിപ്രായങ്ങളെക്കുറിച്ചുമുള്ള 3 കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അടുത്ത കാലത്ത് നടന്ന ചില സംഭവങ്ങളെ ബേസ് ചെയ്ത് അതിനെ ആധാരമാക്കിയാണ് പറയുന്നത്. ഇപ്പോൾ നടന്ന CJPയുടെ പ്രൊട്ടസ്റ്റ് തുടർന്നുള്ള പല കാര്യങ്ങളും നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചല്ലോ. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്താണ്. അതിലെ രാഷ്ട്രീയത്തിലേക്കോ അതിലെ ശരിതെറ്റുകളിലേക്കോ ഒന്നും കടക്കുന്നില്ല. അഭിപ്രായങ്ങൾ എല്ലാ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വീഡിയോ അല്ല. രാഷ്ട്രീയ വീഡിയോ പറയേണ്ട സമയങ്ങളിൽ രാഷ്ട്രീയ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാഷ്ട്രീയവാദിയൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല. അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ 2 വ്യക്തികളുടെ നമ്മുടെ വിസ്മയ മോഹൻലാൽ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ മകൾ, ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിന് അവർക്ക് നേരെ സൈബർ ആക്രമണവും ഒക്കെ ഉണ്ടായി നമ്മൾ കണ്ടു. പലപ്പോഴും മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പേജിലും അവിടെയൊക്കെ പോയി വരെ ആക്രമണം ഉണ്ടായി. മകളെ എങ്ങനെയാണോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് പോയിന്റ്. ഒരു വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ നിലപാടില്ലായ്മ അല്ലെങ്കിൽ ചായ്വ് അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഉണ്ടായെന്ന് വിചാരിക്കാം. അത് തന്നെ അദ്ദേഹത്തിൻ്റെ മകനോ മകൾക്കോ ഭാര്യയ്ക്കോ സഹോദരനോ സുഹൃത്തിനോ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് രാഷ്ട്രീയവും അല്ലാത്തതുമായ കാര്യങ്ങളിൽ അഭിപ്രായമുണ്ടാകാം. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അഭിപ്രായത്തോട് യോജിക്കാം, വിയോജിക്കാം. പക്ഷേ ആ വ്യക്തിയുടെ അഭിപ്രായത്തിന് അവരുടെ അച്ഛൻ, അമ്മ, ഇപ്പോൾ ഭാര്യയുടെ അഭിപ്രായമാണ് ഈ ഭർത്താവ്, അങ്ങനെ മറുപടി പറയണമെന്ന് വിചാരിക്കണതിൽ അർത്ഥമില്ല. ഇപ്പം മുമ്പും നമ്മുടെ ശ്രീമതി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവിൻ്റെ ചില കമൻസിന് നിങ്ങൾ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം വേറൊരു വ്യക്തിയാണ്. ഭർത്താവിൻ്റെ രാഷ്ട്രീയ അഭിപ്രായത്തിന് ഭാര്യ അക്കൗണ്ടബിൾ ആവണമെന്നില്ല. അവർ വ്യത്യസ്ത വ്യക്തികളാണ്. അപ്പോൾ അവർ തമ്മിൽ പേഴ്സണലി ഒരു റിലേഷൻ ഉണ്ടെന്ന് വെച്ചിട്ട് മറ്റൊരാൾക്ക് എൻ്റെ തന്നെ അഭിപ്രായം ആയിക്കോളും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ CIA എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, നമ്മുടെ ദുൽഖർ സൽമാനും സിദ്ദിഖൊക്കെ അഭിനയിച്ചത്. അതിലൊരു രംഗമുണ്ട്. സിദ്ദിഖ് ദുൽഖർ സൽമാൻ പ്രണയിക്കുന്ന പെൺകുട്ടിയോട് പറയാണ്, നോക്കൂ, എൻ്റെ വീട്ടിൽ ഞാൻ കേരള കോൺഗ്രസ്സുകാരനാണ്, എൻ്റെ മകൻ നല്ല പക്ക സഖാവാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഞങ്ങളുടെ വീട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അത് അനുവദിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികൾക്കും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ രാഷ്ട്രീയവും പിന്തുടരാനുള്ള അവകാശമുണ്ട്. ചില പൊതു നിയമങ്ങൾ, പൊതു കാര്യങ്ങൾ വീട്ടിൽ നമുക്ക് പാലിക്കേണ്ടി വരും ഏതൊരു സെറ്റപ്പിലും. അപ്പോൾ അത് പാലിക്കുന്നിടത്തോളം കാലം അവനവൻ്റെ ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങൾ ഫോളോ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് അതിൽ സിദ്ദിഖിൻ്റെ അച്ഛൻ ക്യാരക്ടർ മരുമകളാകും അവരോട് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് ചില വ്യക്തികളോട് ശത്രുത ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എനിക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഞാനുമായിട്ട് സ്നേഹമുള്ള വളരെ നല്ല പേഴ്സണൽ റിലേഷനുള്ള ഒരാൾക്ക് അതേ അഭിപ്രായം വേണം, അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയ അഭിപ്രായത്തിന് ഞാൻ കൂടി ഉത്തരവാദിയാണ് എന്നുള്ള ചിന്താഗതിയോട് യോജിപ്പില്ല. അതൊരു പക്വമായ സമീപനമല്ല. സോ മോഹൻലാലിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ചായ്വുകളെക്കുറിച്ച് ചോദിക്കാം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രായപൂർത്തിയായ മകൾ പറഞ്ഞ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മോഹൻലാലിൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്നതിനോട് കാര്യമില്ല. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഷീ ഈസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. സോ അവരോട് പറയാനുള്ളത് അവരോട് പറയാം, മാന്യമായ ഭാഷയിൽ കേട്ടോ. അതിനെക്കുറിച്ച് രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. വ്യക്തികളെ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ വ്യക്തികളെ വ്യത്യസ്തരായി കാണുക. പിന്നെ പലപ്പോഴും സുഹൃത്ത് ബന്ധത്തിലും ഒക്കെ ഈ ഒരു ഇത് വരാറുണ്ട്. എൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമുള്ള ആളുകളോട് എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ബന്ധു, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ഭാര്യ, അവരെന്തിനാണ് സംസാരിക്കുന്നത്, എനിക്ക് അവരോട് ദേഷ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദേഷ്യപ്പെടണം. ഒരിക്കലും നമ്മൾ അങ്ങനെ കമ്പൽ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സുഹൃത്ത് ബന്ധത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് ദേഷ്യമുണ്ടാകും, അതിന് എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ടാകാം. അത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആളോടോ സുഹൃത്തിനോടോ പറയാം. അത് അറിഞ്ഞുകൊണ്ട് ഇൻഫോം ഡിസിഷൻ ആയിരിക്കണം. അത് അറിഞ്ഞിട്ടും അവർക്ക് ആ സുഹൃത്ത് ബന്ധം കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദെയർ ചോയ്സ്, ഇറ്റ്സ് ദെയർ ഫ്രീഡം. അങ്ങനെ തുടരുന്നതിൻ്റെ പേരിൽ നമുക്ക് അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ സൗഹൃദത്തിൽ നിന്ന് മാറാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ മറ്റൊരാൾ തുടരരുത്. എനിക്ക് ദേഷ്യമുള്ളവരോട് അവർക്കും ദേഷ്യം വേണം, എന്നാലേ നീ എൻ്റെ സുഹൃത്താവും, അല്ലെങ്കിൽ എന്നാലേ നീ എൻ്റെ മകനാവും, മകളാവും എന്ന് പറയുന്നത് അവരെ കെട്ടിയിടുന്നതിന് തുല്യമാണ്. അങ്ങനത്തെ കെട്ടുകളും കൊണ്ട് നമ്മൾ ആരുടെയും പുറകെ ചെയ്യാതിരിക്കുക. വ്യക്തികൾ വ്യത്യസ്തരാണ്. നമ്മുടെ മക്കൾ പോലും വ്യത്യസ്തരായ വ്യക്തികളാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇനി അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ വിസ്മയ മോഹൻലാലിൻ്റെ അഭിപ്രായത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അത് മോഹൻലാലിനോടല്ല ചോദിക്കേണ്ടത്. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം, സൈബർ ബുള്ളിങ്. ഇപ്പോൾ പ്രശസ്തമായ ഉദാഹരണങ്ങൾ എടുക്കാം. വിസ്മയ മോഹൻലാലിനെതിരെയും പേർളി മാണിക്കെതിരെയും സൈബർ ബുള്ളിങ്, സൈബർ ആക്രമണം ഉണ്ടായി. രണ്ടുപേരും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. വിസ്മയ മോഹൻലാൽ CJP പ്രൊട്ടസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അഭിപ്രായം, പേർളി മാണി നേരെ പ്രതികൂലിച്ചുകൊണ്ടുള്ള ചില അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഇവിടെ ആ ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകാം. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. Both of them have the right to say their opinion. Both of them have the right to say their opinions loudly. അല്ലേ? സോഷ്യൽ മീഡിയയിൽ വ്യക്തമായിട്ട് മാന്യമായ ഭാഷയിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പോൾ ഇവർക്ക് ആർക്കെതിരെയും, ഞാൻ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പ്രശസ്തമായ 2 ഉദാഹരണങ്ങൾ എടുക്കുന്നതെന്നുള്ളൂ, രണ്ടറ്റത്ത് നിൽക്കുന്നത്. ഇതിൽ സൈബർ ബുള്ളിങ് തെറ്റാണെന്നുള്ളൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് അനുകൂലമായ കാര്യം പറഞ്ഞ ആൾക്ക് നേരെ സൈബർ ബുള്ളിങ് വരുമ്പോൾ നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നുകയും, എന്നാൽ നമുക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായത്തിനെതിരായ അഭിപ്രായം പറഞ്ഞ ആൾക്ക് സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരുമ്പോൾ അത് കുഴപ്പമില്ല. അതൊരു പറഞ്ഞതിൻ്റെ റിസൾട്ട് അല്ലേ, അവരനുഭവിക്കട്ടെ.
എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു തെറ്റ് നമ്മൾ പലപ്പോഴും വരുത്താറുണ്ട്. ഇപ്പോൾ ഇതിൽ ചിലർക്ക് വിസ്മയ മോഹൻലാലിനെതിരെ നടന്നത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല. പക്ഷേ പേളി മാണിക്കെതിരെ നടന്ന കുഴപ്പമില്ല, അത് അവർ അഭിപ്രായം പറഞ്ഞിട്ടല്ലേ അവർ കേൾക്കട്ടെ എന്നുള്ള മട്ടാണ്. അത് തെറ്റാണ്. നേരെ തിരിച്ചാണെങ്കിലും പേളി മാണിക്കെതിരെയുള്ള സൈബർ ആക്രമണം പ്രശ്നമാണ്, എന്നാൽ വിസ്മയ മോഹൻലാൽ പറഞ്ഞതിൻ്റെ പ്രശ്നമല്ലേ, അവർ കേൾക്കട്ടെ. ഇത് രണ്ടും തെറ്റാണ്. നമ്മൾ അഭിപ്രായമില്ലാത്തവരല്ല, നമുക്ക് ഈ രണ്ട് അഭിപ്രായങ്ങളിൽ ഏതിനെയും പിന്തുണയ്ക്കാം. പക്ഷേ റിഗാർഡ്ലെസ് ഓഫ് ദാറ്റ് ചില കാര്യങ്ങൾ റിഗാർഡ്ലെസ് ഓഫ് എനി അതർ ഡിഫറൻസസ് ശരിയാണ്, ചില കാര്യങ്ങൾ റിഗാർഡ്ലെസ് ഓഫ് എനി അതർ ഡിഫറൻസസ് തെറ്റാണ്. മെറിറ്റോക്രസി എന്നുള്ളൊരു പോയിന്റിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിഗാർഡ്ലെസ് ഓഫ് എനി അതർ ഡിഫറൻസസ് മെറിറ്റോക്രസി ഈസ് വൺ തിങ് ദാറ്റ് വി മസ്റ്റ് ഓൾവേസ് പ്രൊമോട്ട്. അതുപോലെ അഴിമതി, വ്യക്തിഹത്യ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആര് ചെയ്താലും നമ്മുടെ രാഷ്ട്രീയ അഭിപ്രായം എന്തായിരുന്നാലും അത് തെറ്റ് തന്നെയാണ്. അതുപോലത്തെ ഒരു കാര്യമാണ് സൈബർ ബുള്ളിങ്. നമുക്ക് ആരഭിപ്രായം പറയുമ്പോൾ എപ്പോഴാണ് നമ്മൾ സൈബർ ബുള്ളിങ്ങിനെ തെറ്റായി കാണുക, എപ്പോഴാണ് തെറ്റല്ലാതായി കാണുക എന്നുള്ളത് നമ്മുടെയും മറ്റൊരു വ്യക്തിയുടെയും രാഷ്ട്രീയ അഭിപ്രായത്തെ അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെങ്കിൽ അതൊരു ഇരട്ടത്താപ്പാണ്, അതൊരു പാർഷ്യൽ സമീപനമാണ്, അത് ശരിയല്ല. അവിടെ നമുക്ക് സൈബർ ബുള്ളിങ് അല്ല നമ്മുടെ യഥാർത്ഥ പ്രശ്നം, ആർക്കെതിരെ അത് കിട്ടുന്നു എന്നുള്ളതാണ്. അതൊരു സത്യസന്ധതയില്ലായ്മയാണ്. അപ്പോൾ ഈ തെറ്റ് വരുത്താതിരിക്കാൻ എപ്പോഴും നമ്മൾ സ്വയം ശ്രദ്ധിക്കാം. നമ്മുടെ നിലപാടുകളിൽ കൺസിസ്റ്റൻസി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു അഭിപ്രായം ഇല്ലാതിരിക്കുക, രാഷ്ട്രീയതയോ ഒരു പക്ഷം പിടിക്കാതിരിക്കുക അല്ല ചെയ്യേണ്ടത്. രാഷ്ട്രീയം പറയണ്ടേ എന്നുള്ള എൻ്റെ ഹൃദയഭാഷയുടെ ലേഖനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വ്യക്തികൾക്ക് രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ ഉള്ളത് തന്നെയാണ് നല്ലത് രാഷ്ട്രീയവാദത്തെക്കാളും. പക്ഷേ കോമൺ ആയിട്ടുള്ള ചില തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ അത് തടസ്സമായിക്കൂടാ എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതാണ്. പിന്നെ വേറൊന്ന്, മൂന്നാമത്തെ പോയിന്റ്. ഇപ്പോൾ 2 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്, വിമർശനവും അധിക്ഷേപവും രണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ശ്രീ CP ജോൺ എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു സ്ത്രീകളുടെ പ്രിയദർശിനി ബസ്സിലെ യാത്രയെക്കുറിച്ച്. അതിലെ സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാണ് പലരും എതിർക്കുന്നത്. ഇവിടെ വിമർശനവും അധിക്ഷേപവും രണ്ടാണ്. ഇദ്ദേഹം പറഞ്ഞതൊരു വിമർശനമാണ്, മാന്യമായ ഭാഷയിലുള്ള ഒരു വിമർശനമാണ്. ആ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ, അതിനോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വേറെ. പക്ഷേ ഈ ഒരു വിമർശനത്തെ അധിക്ഷേപമായി പോർട്രേ ചെയ്യുന്നത് ശരിയായൊരു നടപടിയല്ല. രാഷ്ട്രീയ ലാഭത്തിനായിട്ട് അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അറിയാതെയും അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടും അല്ലെങ്കിൽ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടോ ശരിക്കും ചിന്തിക്കാത്തതുകൊണ്ടോ ആണ് നമ്മൾ ഈ തെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് മാറ്റേണ്ടതില്ല. വിമർശനമാണ്. വിമർശനം ഈസ് കംപ്ലീറ്റ്ലി ക്രിറ്റിസിസം ഈസ് കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ, എസ്പെഷ്യലി ഇൻ എ ഡെമോക്രാറ്റിക് സെറ്റപ്പ്. ആരും വിമർശനത്തിന് അതീതരല്ല. ആർക്കും ആരെയും മാന്യമായ ഭാഷയിൽ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, യോജിക്കാം, വിയോജിക്കാം. പക്ഷേ ആർക്കും ആരെയും അധിക്ഷേപിക്കാനുള്ള അവകാശമില്ല. ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് ഒരു അധിക്ഷേപമല്ല. ഞാൻ വായിച്ചും കേട്ടും വെച്ചിട്ട് ഇദ്ദേഹം അധിക്ഷേപകരമായ വാക്കുകളോ അസഭ്യമായ പദപ്രയോഗങ്ങളോ ഒന്നും അൺപാർലമെൻ്ററി ആയ വാക്കുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. മാന്യമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനെ അധിക്ഷേപമാക്കി എണ്ണതിനോട് യോജിപ്പില്ല. ഇനി അദ്ദേഹം പറഞ്ഞ പോയിന്റിനെ കുറിച്ചുകൂടി ഒരു വാക്ക് പറയാം. ഒരു ആനുകൂല്യം, പ്രിയദർശിനി പദ്ധതിയോട് എനിക്ക് യോജിപ്പില്ല. അതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫ്രീ ബി കൾച്ചറിന് ഞാൻ എതിരാണ്. പക്ഷേ ഒരു ആനുകൂല്യം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുന്നവരെ നമ്മൾ കുറ്റം പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അത് ഒരു സാധാരണ പെരുമാറ്റമാണ്. ഒരു ആനുകൂല്യം നമുക്ക് കിട്ടിയിട്ടും എനിക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് ത്യജിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എക്സ്ട്രാ ഗുഡ്. ഇവിടെ +-0 എന്നുള്ള ടേംസ് ഉപയോഗിച്ച് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ പോസിറ്റീവായൊരു സമീപനത്തെ പ്ലസ് എന്നും നോർമൽ ഒരു ബിഹേവിയറിനെ 0 എന്നും പാടില്ലാത്തതിനെ നെഗറ്റീവ് എന്നും പറയുകയാണെങ്കിൽ, ഇത് ഉദാഹരണമാണ്. നമുക്ക് ശരിക്കും ആവശ്യമില്ലാത്തൊരു ആനുകൂല്യം കിട്ടിയാൽ അത് വേണ്ട എന്ന് വയ്ക്കുന്നതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കും, ++. ഇപ്പോൾ പണ്ട് DRS ഒക്കെ വരുന്നതിന് മുമ്പ് ക്രിക്കറ്റിൽ നമ്മൾ ബോൾ ബാറ്റിൽ കൊണ്ടിട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഫീൽഡിംഗ് ടീം അപ്പീൽ ചെയ്തില്ലെങ്കിലും നടക്കുന്ന ബാറ്റ്സ്മാൻമാരുണ്ട്. ആഡം ഗിൽക്രിസ്റ്റ്, സച്ചിൻ ടെണ്ടുൽക്കർ അത് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് പോസിറ്റീവ് ഇൻറ്റൻറ്റ്, പ്ലസ് കൊടുക്കാം. നേരെ മറിച്ച് ആരെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ, ഇപ്പോൾ DRSന് മുമ്പ് എഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിലും അമ്പയർ ഔട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ നടക്കുന്നില്ല, അത് അമ്പയറുടെ ജോലിയാണ് ഔട്ട് കൊടുക്കണം, ഞാൻ ചെയ്യുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിനെ നെഗറ്റീവിലുണ്ടില്ല, ഞാനതിനെ 0 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ ഞാനത് ഉപേക്ഷിക്കേണ്ടതില്ല. ഞാനത് ചോദിച്ച് മേടിച്ചതല്ല, ഗവൺമെൻറ് തന്നതാണ്, ഞാൻ അവെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും അത് അവെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാനത് 0 നോർമൽ ബിഹേവിയർ ആയിട്ട് എടുക്കുള്ളൂ. അതിനെ നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യത്തോട്. കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കും, അത് മനുഷ്യ സഹജമാണ്. ആ ഒരു സ്കീം പ്ലാനിങ് തലത്തിൽ അതിന് ആ സ്കീം വേണ്ടായിരുന്നു. ഇനിയാണെങ്കിലും അത് മാറട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫ്രീ ബി കൾച്ചർ കൊടുക്കാനുള്ളൊരു ലക്ഷറി നമുക്കില്ല. ആശയപരമായിട്ടും സാമ്പത്തികമായിട്ടും വി കനോട്ട് അഫോർഡ് സച്ച് എ ലക്ഷറി. അപ്പോൾ ഇതാണ് 3 കാര്യങ്ങൾ. വ്യക്തികളുടെ അഭിപ്രായങ്ങൾ അവരുടെ മാത്രമാണ്, അവരുടെ കുടുംബാംഗങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ല, അവരെ അതിലേക്ക് വലിച്ചഴക്കരുത്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, സൈബർ ബുള്ളിങ് ഇസ് എ ക്രൈം റിഗാർഡ്ലെസ് ഓഫ് അഗെയിൻസ്റ്റ് ഹൂം ഇറ്റ്സ് ഹാപ്പനിങ്. തേർഡ് പോയിന്റ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ മാതിരി വിമർശനവും അധിക്ഷേപവും രണ്ടാണ്. രണ്ടിനെയും വ്യക്തമായി വേർതിരിച്ച് തന്നെ കാണണം. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഈ 3 പോയിന്റുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. ശ്രദ്ധിച്ച് കേൾക്കുക, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. താങ്ക് യു.